പാർട്ടി പൂർണ്ണമായും കൈവിട്ടതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞത്. തനിക്കെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ലെന്നായിരുന്നു രാഹുലിന്റെ ന്യായീകരണം. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പം നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ? അപ്പം നമുക്കത് അന്നേരം നോക്കാം. അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം. ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട്. കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം. ഗർഭചിത്രം ആവശ്യപ്പെട്ടെന്ന ശബ്ദരേഖയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ തയ്യാറായില്ല. PR പ്രവീണയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രവീണ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഒരു പരാതി എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് ശ്രമിച്ചെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. തുടർ നടപടി ഉണ്ടാവും പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഇനി രാഹുൽ എന്തു പറഞ്ഞാണ് ഇതിനെ ന്യായീകരിക്കുക? അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച് ഒഴിയേണ്ടി വന്നത് ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ദേശീയ നേതൃത്വം നേരത്തെ തന്നെ മാറ്റാൻ തീരുമാനിച്ചിരുന്നു. എന്നാലും സമയം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ വരും ദിവസങ്ങളിൽ ലോങ് മാർച്ച് അടക്കം നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് രാഹുലാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ കഴിയുന്നത് വരെയുള്ള സമയം ചോദിച്ചിരുന്നുവെങ്കിലും വലിയ വിവാദങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നതോടെയാണ് രാജി ഉടനടി വേണമെന്നുള്ള നിലപാടിലേക്ക് എത്തുകയും രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തത് രാഹുലിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ പോലീസ് കേസെടുത്താലും അത് മുന്നോട്ട് പോകണമെങ്കിൽ ആരാണോ ഇതിൽ, അതായത് ആർക്കെതിരെ അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പരാതിയുമായി രംഗത്തെത്തുകയോ അവർ മൊഴി കൊടുക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ രാഹുലിന് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിയാനാകുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ ഈ പറയുന്നത് പോലെ നിയമപരമായി ഒഴിഞ്ഞാലും ധാർമ്മികത എന്നൊന്നുണ്ട്, സ്വന്തം മനസാക്ഷി എന്നുള്ളതുണ്ട്. അവിടെയൊക്കെ രാഹുലിന് ഉത്തരം പറയേണ്ടി വരും. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിൽ ഇത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. രാഹുലിൻ്റെ ഓഡിയോ തന്നെയാണ്, രാഹുലിൻ്റെ ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗർഭചിത്രത്തിൻ്റെ കാര്യവും മരുന്ന് കഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പേർ ഉൾപ്പെടും. കാരണം ഈ മരുന്ന് നൽകിയത് ആരാണ് ഈ ഗുളിക നൽകിയത്? അങ്ങനെയെങ്കിൽ അതിനൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? അവിടെ സ്വാഭാവികമായും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെന്നാൽ ഇത് എന്താണെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് ചെല്ലുന്ന ഒരു സ്ത്രീക്ക് മരുന്ന് കൊടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെയെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെ? അങ്ങനെയുള്ള വിപുലമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ കടക്കണമെങ്കിൽ കൂടിയും ഈ പറഞ്ഞ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തുകയോ അല്ലെങ്കിൽ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാവുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ രാഹുലിന് വീണ്ടും ഒഴിഞ്ഞു മാറാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഇപ്പോഴത്തെ രാജി പാർട്ടി നേതൃത്വത്തിന് കുറ്റം ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാൽ പോരാ, അത് ചെയ്ത് കാണിക്കണം എന്നുള്ള നിർബന്ധം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതുകൊണ്ടാണ് രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ അത് ഈ പറയുമ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ്. MLA സ്ഥാനത്ത് നിന്ന് ഇനി എത്ര തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായാലും നിലവിലെ അവസ്ഥയിൽ വലിയ തെളിവുകളോ പരാതിക്കാരിയോ പുറത്തു വരാത്ത സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല തൽക്കാലം എന്നുള്ളതാണ് തീരുമാനം. കാരണം അത് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും. ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കം വന്നു കഴിഞ്ഞാൽ സീറ്റ് കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി അങ്ങനെ ഒരു കുറ്റം നിലവിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം രാഹുൽ ചെയ്ത തെറ്റിൻ്റെ പ്രതിവിധി രാഹുൽ തന്നെ തേടട്ടെ എന്നുള്ളതായിരുന്നു നിലപാട്. നിയമപരമായി രാഹുൽ നീങ്ങുകയാണെങ്കിൽ അതിന് പാർട്ടി നീങ്ങുകയാണെങ്കിൽ അങ്ങനെ പൊയ്ക്കോളൂ എന്നുള്ള തരത്തിൽ പറയും. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നടത്തിയ പ്രതികരണങ്ങളെല്ലാം മാത്രത്തിലായിരുന്നു. ഒരു ധാർമ്മികതയോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രതികരണങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ധാർമ്മികത ഉയർത്തിയാണ് രാജിയെങ്കിലും, അങ്ങനെയാണ് പറയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പ്രതികരണത്തിൽ വളരെ നിന്ദ്യമായ ഭാഷയിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളുടെ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പ്രതികരിച്ചത്.